ഇൻസ്റ്റഗ്രാമിലുണ്ടല്ലോ അങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാട്ടോ. സംഭവം കിഡിലൻ ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതിനായിട്ട് തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു സവാള കുറച്ച് കനത്തിൽ അരിഞ്ഞെടുത്താണ് അതും കൂടി അങ്ങ് ചേർത്ത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഉണ്ടല്ലോ അതിലേക്ക് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, സോയാബീൻ സോസ്, വിനാഗിരി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര. ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂണും. പഞ്ചസാര ഒരു 1/2 ടീസ്പൂണാണ്. അത് മിക്സ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ കലക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൽ ചേർത്ത് കലക്കിയെടുത്തതാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് തിക്കാക്കിയിട്ടെടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ക്യാപ്സിക്കം, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയിട്ട് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പതിയെ നമുക്ക് ഒരു 2 മിനിറ്റോളം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഈ മുട്ടയിൽ ഈ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന സമയം വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സംഭവം ഉണ്ടല്ലോ കിഡിലൻ ടേസ്റ്റാണ്. മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാതെ നോക്കരുത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് ഇഷ്ടമായ കാരണമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. നമ്മളുടെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊള്ളിയായിട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.